എല്ലാവരും വിഷു ആഘോഷത്തിൻ്റെ മൂഡിലേക്ക് കടന്നിട്ടുണ്ടാവും. പ്രത്യേകിച്ച് മലബാറിലൊക്കെ വിഷു ആഘോഷം എന്ന് പറഞ്ഞാൽ തലേ ദിവസം അങ്ങ് തുടങ്ങും. ഇപ്പോൾ ഗായകൻ നിഷാദേട്ടനും അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട്. എനിക്ക് തോന്നുന്നു കൊച്ചിയിൽ നിന്ന് നാട്ടിലേക്ക് വരും. ആഘോഷം എന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വരുന്നൊരു സമയം കൂടിയല്ല. വീട്ടിലേക്ക് തിരിച്ചു വരുന്നതാണല്ലോ ആഘോഷം. അതാണ് ആഘോഷം. വീടും വീട്ടുകാരെയും നാട്ടുകാരെയൊക്കെ ഒന്ന് കാണുക എന്നുള്ളതാണ് ആഘോഷം. തീർച്ചയായിട്ടും അച്ഛനമ്മ അവരുടെ കൂടെ ഇരിക്കുക, കുറേ സമയം സ്പെൻഡ് ചെയ്യുക. പിന്നെ വിഷു എന്ന് പറയുന്ന ആഘോഷത്തിനേക്കാൾ കൂടുതൽ സന്തോഷം, ഒത്തുചേരലിൻ്റെ ഒരു എല്ലാ ആഘോഷങ്ങളും അങ്ങനെയാണല്ലോ. ഇവിടെ എങ്ങനെ ശരിക്കും പറഞ്ഞാൽ പഴയ ആഘോഷം ഇപ്പോൾ എങ്ങനെ ആഘോഷിക്കാറൊക്കെ? അമ്മയൊക്കെ ഉള്ളതുകൊണ്ട് അമ്മ അത് വിഷു അതിൻ്റെ രീതിയിൽ തന്നെ, ആ ട്രഡീഷണൽ രീതിയിൽ തന്നെ കണി വെച്ച് ഞങ്ങൾ പടക്കൊക്കെ പൊട്ടിച്ച് അങ്ങനെ തന്നെ ആഘോഷിക്കുക. നാട് ഇവിടെയാണോ സവിജയ? അല്ല, ഞാൻ ട്രിവാൻഡ്രത്താണ്. ഇവിടെ അവിടെയും തമ്മിൽ ഇവിടെ തിരുവനന്തപുരത്ത് വിഷു ആഘോഷം കുറവാണ് അല്ലേ? വിഷു ഇവിടെ കമ്പയർ ചെയ്യുമ്പം ആഘോഷം കുറവാണ്. പക്ഷെ ഒട്ടും കുറയ്ക്കാതെ തന്നെ ആഘോഷിക്കാറുണ്ട്. ഉണ്ട്, കണിയൊക്കെ ഉണ്ട്. നമുക്ക് ഇപ്പോൾ നിഷാദേട്ടനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്നത് എൻ്റെ പേഴ്സണൽ ചോയ്സുള്ള പാട്ടെന്ന് പറയുന്നത് തുമ്പപ്പൂ എന്നുള്ള പാട്ടാണ്. അതാണ് ശരിക്കും മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ വരുമെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? എല്ലാവരും പാടാൻ പറയുന്ന പാട്ട് അതായിരിക്കും. തീർച്ചയായിട്ടും ആ ഒരു പാട്ട് പാടിയിട്ട് അതൊന്ന് രജിസ്റ്റർ ചെയ്ത് പാടാം നമുക്ക് അല്ലേ? തുമ്പപ്പൂ പോലെ ചിരിച്ചും പുഞ്ചപ്പാടക്കാറ്റു വിതച്ചും. വൈഫ് പാടും, ഞങ്ങൾ രണ്ടാളും കൂടെ ഒരു പാട്ട് പാടാം. മുല്ലപ്പൂമ്പടി എട്ടി കിടക്കും. അതെ അതെ, പാടുമല്ലേ? ഇല്ല, പാടില്ല. അല്ല, ഞാൻ നേരത്തെ പറയാം, അതായത് വൈഫ് ഡാൻസ്, ഞാൻ പാട്ട്. അപ്പം ഞാൻ കുറച്ച് ഡാൻസ് പഠിക്കാൻ നോക്കി, പക്ഷെ നടന്നില്ല. എന്നാൽ പോലും പാട്ട് കുറച്ച് സവിജ പഠിച്ചു. നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു പാട്ട് പാടുമോ? പിന്നെയും പിന്നെയും ഒരുപാട് ഹിറ്റുകളുണ്ട്. ഇപ്പൊ പാലപ്പൂ ഇതളിലൊക്കെയാണ് നമ്മൾ പാടുക. ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ? ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. കാണുന്നതിന് മുന്നേ എനിക്ക് ഏട്ടൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ട് ഓമനെ ഉണ്ണി നിന്നെയാണ്. ഹിറ്റ് അല്ലേ? അതാണ്. അപ്പം ആ പാട്ട് എന്ന് പറയുമ്പം ആ പാട്ട് പാടിയ ആളാന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അയ്യോ, അതാണ് എനിക്ക് ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള പാട്ട്. ആദ്യമായിട്ട് പാടി കേട്ടോ പിന്നെ കല്യാണത്തിന് ശേഷം? പിന്നെ അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി ആ പാട്ടത്ത് പാടുമോ? ഓമനെ ഉണ്ണി നിന്നെ. വിഷു എന്ന് പറഞ്ഞാൽ ശരിക്കും മലയാളികൾക്കൊരു പുതുവർഷമാണ് അല്ലേ? നമ്മൾ പുതിയ പ്രതീക്ഷകളാണ്. ഈ വർഷം എന്താണ് ഒരു പുതുതായിട്ട് പ്രതീക്ഷിക്കുന്നത്? നല്ല കണി, ഒരുപാട് നല്ല പ്രോജക്റ്റുകൾ വരുന്നുണ്ട് ഈ കൊല്ലം. അതായത് പ്രധാനമായിട്ട് പറയേണ്ടത് പെരുങ്കളിയാട്ടം എന്ന് പറയുന്ന ജയരാജേട്ടൻ്റെ സിനിമ. പിന്നെ അത് ബിജിപാലേട്ടൻ്റെ മ്യൂസിക്കാണ്. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ജോണർ ഓഫ് മ്യൂസിക്കാണ് അതിലുള്ളത്. അതൊന്ന്. പിന്നെ ജങ്കാർ എന്നൊരു മൂവിയുണ്ട്. അല്ലാതെ തന്നെ എൻ്റെ ഓൺ പ്രോജക്റ്റുകൾ കുറേ വരുന്നുണ്ട്. പിന്നെ ഒരു പർദ്ദ എന്നൊരു മൂവി വരുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ഇവിടെ ഭാര്യയുടെ സവിജയുടെ പ്രോജക്റ്റുകളൊക്കെ അങ്ങനെ ഡാൻസ് പരിപാടികളും ഉണ്ട്. കാരണം ഏട്ടൻ്റെ മ്യൂസിക്കിൽ തന്നെ 2-3 ക്രിയേഷൻസ് ചെയ്യാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, വെഞ്ചറായിട്ട് ചെയ്യാനായിട്ട്. അപ്പം അതൊക്കെ ഈ വർഷം പ്ലാൻ ചെയ്യുന്നുണ്ട്. നമുക്ക് വിഷു ആകുമ്പോഴേ കണി കാണുന്ന നേരം എന്നുള്ള പാട്ട് പാടാറുണ്ട്. രണ്ടുപേരും പാടിയ കണി കാണും നേരം കമല നേത്രന്റെ. രണ്ടുപേർക്കും ആശംസകൾ. പ്രേക്ഷകർക്കൊരു വിഷു ആശംസ പറയാം അല്ലേ? തീർച്ചയായിട്ടും. റിപ്പോർട്ടർ ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ, സ്നേഹം നിറഞ്ഞ വിഷു ആശംസകൾ. വീഡിയോ ജേർണലിസ്റ്റ് വിനീഷ് ഒളവണ്ണയ്ക്കൊപ്പം VS രഞ്ജിത്ത്, റിപ്പോർട്ടർ.